ഹായ്, വെൽക്കം ടു പ്രപ്സ്കെ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലെയുള്ള 10th ലെവൽ എക്സാമിന് കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ ഈ 10th ലെവൽ എക്സാമുകളിൽ നമ്മളോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്, നമുക്കറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയാണ് ഇത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ്, പ്രസ്റ്റീജിയസ് ഡിപ്പാർട്ട്മെന്റിലാണ് നിയമനം കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ നിയമനം പ്രതീക്ഷിക്കുന്ന ഒരു ഒഴിവാണ്. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് സൈഡുകളുള്ള ഒരു റിക്രൂട്ട്മെന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഏകദേശം കഴിഞ്ഞൊരു റാങ്ക് ലിസ്റ്റിൽ ഏകദേശം 2000-ഓടനുബന്ധിച്ച് അടുത്ത ഒഴിവുകൾ ഇതുവരെ അഡ്വൈസ് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും റാങ്ക് ലിസ്റ്റിന് കാലാവധി ബാക്കിയുണ്ട്. അപ്പൊ 2000-ൽ പരം ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുമെന്ന്, നിയമനം നടക്കുമെന്ന്, അഡ്വൈസ് പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന തസ്തികയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അപ്പൊ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്തുകൊണ്ട് പഠിക്കണം, അല്ലെങ്കിൽ എന്താ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സിലബസ്, എന്താണ് ഇതിന്റെ നിയമന നില ഇപ്പോഴത്തെ, തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കൊന്ന് നോക്കാനുള്ളത്. ആദ്യമായിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് നമ്മൾ പറഞ്ഞു 23/6/2026 മുതൽ 12/7/2026 വരെ. അതായത് ജൂൺ 23 മുതൽ ജൂലൈ 12 വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാം. എക്സാം വരുന്നത് 19/9/2026, അതായത് 9-ാം മാസം, സെപ്റ്റംബർ മാസം 19-ാം തീയതിയാണ് എക്സാം വരുന്നത്. സെപ്റ്റംബർ ആദ്യ വാരം മുതൽ നിങ്ങൾക്ക് ഇതിന്റെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം എന്നും നിങ്ങൾ സിലബസ് PSCയുടെ എക്സാം കലണ്ടറിൽ കണ്ടു. അപ്പോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നമ്മൾ പറഞ്ഞു റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ്. 23,700 മുതൽ ബേസിക് പേ ഉള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികകളിൽ ഒന്നാണ്. അപ്പോ ഈ കഴിഞ്ഞ തവണത്തെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നിയമന നില, അഡ്വൈസ് എത്രത്തോളം പോയി എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ജില്ലകള്, അഡ്വൈസ്, പിന്നെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ എക്സാമിന്റെ കട്ട് ഓഫ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം 184 അഡ്വൈസ് പോയിരിക്കുന്നു, 74 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. കൊല്ലത്ത് 123 അഡ്വൈസ്, 74 തന്നെയാണ് കട്ട് ഓഫ്. പത്തനംതിട്ട 86 അഡ്വൈസ് പോയി, 70.67. ആലപ്പുഴ 93 അഡ്വൈസ്, 70.67 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. പിന്നെ കോട്ടയത്ത് 130 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്, 71.33. ഇടുക്കിയിൽ 71 അഡ്വൈസ്, 68 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. എറണാകുളം 188, 72 കട്ട് ഓഫ്. തൃശൂർ 242 ഒഴിവുകളിലേക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോയത്. പാലക്കാട് 198, 71.67 കട്ട് ഓഫ്. 192 മലപ്പുറം ജില്ലയിൽ പോയ ഒഴിവുകളുടെ എണ്ണം, 72 കട്ട് ഓഫ്. 129 അഡ്വൈസുകൾ കോഴിക്കോട് ജില്ലയിൽ അയച്ചിരിക്കുന്നു, 74.67. 34 അഡ്വൈസ് ആണ് വയനാട്, അതിൽ നമ്മൾ പറഞ്ഞു കട്ട് ഓഫ് 69.33. കണ്ണൂർ 171, 74. കാസർഗോഡ് 81, 70.67. ഇങ്ങനെ ഈ സമയത്തിനിടയിൽ 1922 അഡ്വൈസുകളാണ് കേരളത്തിൽ ഈ സമയം കൊണ്ട് ഇത് പോയിട്ടുള്ളത്. ഇനി നമുക്കറിയാം ഇതിന്റെ കാലാവധി 2023 ഡിസംബർ, 24 ജനുവരി ഈ സമയത്താണ് ഈ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് 3 വർഷത്തെ കാലാവധി നോക്കുമ്പോൾ 26 അവസാനം വരെ എന്തിന് കാലാവധിയുണ്ട്, ഏകദേശം ഇതിന് കാലാവധി ഉണ്ടെന്ന് നമുക്ക് കണക്കിലെടുക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ 2000-ലധികം നിയമനങ്ങൾക്ക് സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ഈ എക്സാമിന് നമ്മൾ പഠിച്ചാൽ, നമുക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യത ഉറപ്പു പറയാകുന്ന ഒരു തസ്തിക കൂടിയാണെന്ന് ഓർക്കുക. അപ്പൊ നമ്മുടെ സിലബസ് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതില് ആദ്യം ചരിത്രം 5 മാർക്ക്. ചരിത്രം നിങ്ങൾക്കറിയാം കേരളത്തിലെയും ഇന്ത്യയിലെയും ലോക ചരിത്രം എല്ലാം ഉൾക്കൊള്ളുന്ന ഭാഗമാണ്. ഭൂമിശാസ്ത്രം 5, എക്കണോമിക്സ് തത്വശാസ്ത്രം 5, കോൺസ്റ്റിറ്റ്യൂഷൻ 5, പിന്നെ കേരളം ഭരണ സംവിധാനം 5. ഭരണ സംവിധാനം നമുക്കറിയുള്ള കാര്യങ്ങളാണ്. കേരള സിവിൽ സർവീസ്, അതുപോലെ തന്നെ ദുരന്ത നിവാരണം, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ഇതുപോലത്തെ കാര്യങ്ങൾ. അപ്പൊ അവിടെ നിന്ന് 5 മാർക്ക്. ദെൻ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം എന്നിവയ്ക്ക് 3 മാർക്ക്. അപ്പോ ഇവിടെ നിങ്ങൾ നോക്കൂ, ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയവയ്ക്ക് 3 മാർക്ക്. ബയോളജി ആൻഡ് പൊതുജന ആരോഗ്യം ഇതിന് 6 മാർക്കാണ് സയൻസിൽ വന്നിട്ടുള്ളത്. ദെൻ കലാ, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്കാണ് വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന വിവരങ്ങളുണ്ട്, 3 മാർക്ക്. സുപ്രധാന നിയമങ്ങൾ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പോലെയുള്ള സുപ്രധാന നിയമങ്ങൾക്ക് 5 മാർക്ക്. കറന്റ് അഫെയറിന് ആണ് ബാക്കി വരുന്നിട്ടുള്ളത്, 20 മാർക്ക്. പിന്നെ ലഘുഗണിതം, മാനസിക ശേഷി, നിരീക്ഷണ പാഠവ പരിശോധന 10 മാർക്ക്. ഇംഗ്ലീഷിന് 10. പ്രാദേശിക ഭാഷ മലയാളമോ കന്നഡയോ തമിഴോ ഏതാണോ പ്രാദേശിക ഭാഷ അതിന് 10 മാർക്ക്. ഇങ്ങനെ ടോട്ടലി 100 മാർക്കിനുള്ള ഒരു എക്സാം ആണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോ നമ്മൾ പറഞ്ഞു സെപ്റ്റംബറിലാണ് എക്സാം.
അപ്പോൾ ഈ സെപ്റ്റംബറിലുള്ള എക്സാമിന് നമ്മുടെ മുന്നിൽ 2 മാസം പൂർണ്ണമായിട്ടും കിട്ടുന്നുണ്ട്. ജൂലൈയും ആഗസ്റ്റും കിട്ടുന്നുണ്ട്. പിന്നെ സെപ്റ്റംബറിലെ ബാക്കിയുള്ള ദിവസവും ഉണ്ട്. ഇപ്പോൾ ജൂണിന് നമ്മൾ ഇന്ന് ഏകദേശം 25-ാം തീയതി എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ സമയം നമ്മുടെ മുന്നിൽ അത്യാവശ്യത്തിനുണ്ട്. കൃത്യമായ തയ്യാറെടുപ്പോടെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കും എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തോടെ നമ്മൾ തയ്യാറെടുക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കാൻ ഒരിക്കലും മറക്കണ്ട. എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കണം. അവസാന ദിവസത്തേക്കൊന്നും മാറ്റിവെക്കേണ്ട. എത്രയും വേഗം കൺഫർമേഷൻ കൊടുക്കുക. നിങ്ങളുടെ ആ തയ്യാറെടുപ്പ് എത്രയും വേഗം തന്നെ ആരംഭിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലെ നിയമന നില എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു. ഓക്കെ, താങ്ക് യു.